ഇതെന്റെ ഫസ്റ്റ് ലോങ് വീഡിയോ. പെരുന്നാളിന് തന്നെ ലോങ് വീഡിയോന്റെ തുടക്കം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. രാവിലെ തന്നെ എണീച്ച് വേഗം പോയി കുളിച്ച് മാറ്റി. പെരുന്നാളായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കണങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പൊ അത് കഴിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം, എന്നിട്ടാണ് അത് കഴിക്കാതിരിക്കല്. ഉന്നക്കായ വർഷിക്കേനു ഇന്നത്തെ സ്പെഷ്യൽ. സമൂസ ഒക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ആക്കി വെക്കും. കനൊക്കെ തിന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കാൻ പോവാൻ. പിന്നെ മാമിന്റെ അടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്റെ വക ഒരു ചട്ടിപ്പത്തി. പെരുന്നാളായാലും ഞങ്ങൾ പ്രത്യേകിച്ച് എവിടേക്കൊന്നും പോക്കില്ല. പക്ഷെ ഇപ്പോഴും ഞങ്ങൾ മാമിന്റെ അടുത്ത് പോകാന്ന് വിചാരിച്ചു. പിന്നെ ഈ ഷൂ കണ്ടു, ഇതിന്റെ അനിയന്റെതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഷൂ. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇടാൻ തരൂല. പിന്നെ ബിരിയാണിക്ക് കൂടെ ചിക്കൻ പൊരിച്ചിട്ടുണ്ട്, തിളയ്ക്കുന്ന കണ്ടോ. ഒരു 11 മണി നേരെ ആകുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് കുറച്ച് വിരുന്നാരൊക്കെ വന്നു. ഇവൾക്ക് വീഡിയോ എടുക്കുന്നത് ഭയങ്കര കുറവ് ഇഷ്ടം. എന്തായാലേ ഇതൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴുണ്ട് നമ്മളെ സ്പൈഡർമാൻ ഇവിടെ. ആളൊരു സ്പൈഡർമാനാണ്, ഒരു രക്ഷയില്ല, വല്ലാത്ത അഭിനയം. വീഡിയോ എടുക്കുന്നത് കണ്ടവയോടുണ്ടോന്ന്. ഇനി സംസാരിക്കാൻ നേരില്ല, ഞാൻ ബിരിയാണി കഴിക്കാൻ പോവാം. ബിരിയാണി ഫാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ടേ. ഞാനൊരു ബിരിയാണി ഫാൻ. എന്നിട്ട് എല്ലാ പണിയും കഴിച്ച് ഞങ്ങൾ മാമിന്റെ അടുത്ത് പോവാൻ. ഇതാണ് എന്റെ അനിയത്തിന്റെ ഔട്ട്ഫിറ്റ്. എല്ലായിടത്തും പോയപ്പോ കുട്ടികൾ മൊത്തം തന്നെ. കുറെ നേരം ബസ് ആത്തുന്നു. പിന്നെ ബസ്സില്ലെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഓട്ടോ കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക്. ജസ്റ്റ് മിസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓട്ടോ ഇറങ്ങുന്ന സമയത്തിന് ട്രെയിൻ വന്നു. ട്രെയിനിൽ ഭയങ്കര തിരക്കൊന്നുമില്ല, പക്ഷെ സീറ്റ് ഇല്ലേനു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി എന്ത് ചെയ്ത് മേലെ കയറി ഇരുന്നു. അങ്ങനെയല്ല വീഡിയോ എടുക്കലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ രണ്ടാളെ കുറച്ച് കോപ്രായങ്ങൾ. ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത് റിബൺ കൈവന്ന് ഊരിട്ടില്ല. പോണ വഴി കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ സ്ഥലത്ത് തിരൂർ ഇറങ്ങിയിട്ട് ഇനി ബസ് കയറാൻ പോകണം. ഇതുവരെ ഞങ്ങൾ മാമിന്റെ വീട്ടിലേക്ക് പോകാന്നാ വിചാരിച്ചത്. പക്ഷെ അവിടെ നിന്ന് ഒന്ന് പൊന്നാനി അഴിമുഖം ബീച്ച് വരെ പോകാന്ന് വിചാരിച്ചു. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ അറിഞ്ഞോ വേദികന്റെ സിസ്റ്റർ വന്നിക്കണേ? വേറെ എന്താ ഞാൻ പറയാ, ഈ പൈസ കാണിച്ചിട്ട് എന്നോട് അറിഞ്ഞ ഒരു വീഡിയോ എടുക്കരുത്. പ്രത്യേകിച്ച് പറയാനും പറഞ്ഞു, ഇതൊക്കെ ഉള്ള പെരുന്നാൾ പൈസ ആണ്. സ്റ്റേഷനിൽ ഇറങ്ങി കുറച്ച് നടക്കാനുണ്ട് ബസ് സ്റ്റാൻഡിലേക്ക്. ഈ ഞാൻ നടക്കുന്ന വീഡിയോ എന്റെ അനിയത്തി എടുത്തതാണ്. തിരൂർ എത്തിയപ്പോ തന്നെ നല്ല ദാഹം. അങ്ങനെ ഒരു 2 കിലോ വാങ്ങി കുടിച്ചു ഞങ്ങൾ എല്ലാവരും. പിന്നെ നേരെ ബസ് കയറി. ഭയങ്കര തിരക്കേനും ബസ്. ഞാൻ വിചാരിച്ചു വേറെ ഇനി ബസ് ഇല്ലാന്ന് തന്നെ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിലേക്ക് കയറിയത്. ഇവിടെ നോട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ എത്രത്തോളം ഉണ്ടെന്ന്. കുറച്ച് കുറെ കഴിഞ്ഞപ്പോ എല്ലാവരുമായിട്ട് ഇറങ്ങി ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. പറയാൻ കേട്ടോ, ഈ ഇടയിൽ ഞങ്ങൾ മാമിനൊക്കെ വിളിച്ചിട്ട് അങ്ങോട്ട് എത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ ഓരോ വീട്ടിൽ പോയി പിന്നെ അഴിമുഖത്തേക്ക് വരാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാ. പിന്നെ ഇതിന്റെ ഉള്ളിലേക്കുള്ള എൻട്രി ഒരാൾക്ക് 20 റുപ്പീസ് ഉള്ളൂ കേട്ടോ. ഹൗസ് ബോട്ടിങ്ങും പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് സ്ഥലമൊക്കെ കാണാൻ. പിന്നെ ഈ മക്കള് വേറെ മക്കളെ വിളിച്ചു വരുത്തിക്കും. അതായത് എന്റെ മാമന്റെ മക്കൾ. എന്റെ അമ്മന്റെ കുടുംബത്തിൽ 9 പേരക്കുട്ടികളാണ്. അതിൽ മൂത്തത് ഞാനാണ്, പിന്നെ എന്റെ അനിയനും. ബാക്കി മൊത്തം കുട്ടിപ്പറ്റ. നിങ്ങളെ വിചാരിക്കും ഇതൊക്കെ ഇപ്പൊ എന്തിനാ നിങ്ങളോട് പറയണേന്ന്. നിങ്ങൾ അറിഞ്ഞെന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ. ഒന്ന് ജസ്റ്റ് കേട്ടിരുന്നോളി. ആ നേരെ കാണുന്ന സാധനം ഉണ്ടല്ലോ, അവിടെ കൊച്ചു ഓട്ടോ ഓടിയതാ. പിന്നെ ഒരു ഇറങ്ങുന്നത് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാ. എല്ലാവരും അവരുടെ മാക്സിമം എൻജോയ് ചെയ്തിരിക്കണം. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര പൂതിയുണ്ടെന്ന് ചാടി കളിക്കാൻ. ശരിക്കും ഞങ്ങളെ പ്രായമുള്ളവർക്കും കളിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ വേണമല്ലേ. ഇതൊക്കെ കണ്ടിന്റെ ആപ്പ് മാമി ഇതങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞപ്പോ എന്റെ അമ്മമ്മക്ക് നല്ല പൂതി എന്തിനീ ഹൗസ് ബോട്ടിൽ കയറാൻ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഹൗസ് ബോട്ടിൽ കയറി. അതിലേക്ക് കയറാനുള്ള ടിക്കറ്റ് താഴത്തെ സീറ്റിലാണെങ്കിലും പക്ഷെ ഇവരെല്ലാവരും കയറിയിരിക്കണം മേലാണ്. എന്റെ അനിയത്തിനോട് പെണിക്കാണ്. എന്തിനാന്ന് വെച്ചാല് വേറൊരാളടുത്ത് പോയിരുന്നേന്. പിന്നെ ഇവിടെ ഒക്കെ അനിയത്തിക്ക് ജാക്കറ്റ് ഒക്കെ ഇട്ടെടുക്കുന്നുണ്ട്. ഇവർ രണ്ടാളെ പേര് ഞാൻ പറഞ്ഞുതരാം. നെഹലു, റിൻഷാൻ. ഇത് റിൻഷ, നമ്മള് റിനു എന്ന് വിളിക്കും. എന്റെ ഇമ്മച്ചിന്റെ ഈ ഹായ് നിങ്ങൾക്കുള്ളതാട്ടോ. പിന്നെ എനിക്കൊരു അനിയനുണ്ട്, ആള് ഭയങ്കര ആറ്റിറ്റ്യൂഡ് ആട്ടോ. പിന്നെ ഹൗസ് ബോട്ടിങ്ങിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ വലിയ രസമൊന്നും. ഇതിൽ കയറാൻ ടിക്കറ്റ് റേറ്റ് വരുന്നത് ഒരാൾക്ക് 100 രൂപയാണ്. പക്ഷെ എന്നാലും അത്യാവശ്യം റൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്റെ ഫോണില് ചാർജ് ഒക്കെ തീർന്ന് എന്റെ ഫോണ് ചത്തുപോയി. എന്റെ വീഡിയോ ആദ്യമായിട്ട് കണ്ട ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീട്ടിലെത്തി ഞങ്ങൾ എല്ലാവരും ഒരു കോൺ ഐസ്ക്രീം മേടിച്ചിരുന്നു. ഇവളെ നമ്മള് സെറിമോളയെന്ന് വിളിക്കും. പിന്നെ ഞങ്ങൾ ചായയും കടിയൊക്കെ കഴിച്ചു. ഈ ഒരു കേക്കാട്ടോ ഞാൻ കഴിച്ചത്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും ഓരോ വൈക്ക് പോയി. കുറച്ച് ടീംസ് പുറത്ത് കളിക്കാനും കുറച്ച് ടീംസ് ഗെയിം കളിക്കാനും. ഈ പുറത്ത് കളിക്കുന്ന ടീംസ് ആണ് ഇവര് പെൺകൂട്ടങ്ങൾ. ഒരു സൈക്കിളിലുണ്ട് 3 ആൾക്കാരുണ്ട്. ഇവരൊക്കെയാണ് ഞങ്ങൾ ആൺകൂട്ടങ്ങൾ. 3 നല്ല ഗെയിം കളിക്കാനും ഫ്രീ ഫയർ. 10 മണിയൊക്കെ ആയപ്പോ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ. ബിരിയാണിയും കോഴിപ്പൊരിച്ചതും ബീഫ് ഫ്രൈ ആയിരുന്നു ഫുഡ്. മാമിന്റെ ബീഫ് ഫ്രൈ അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾ ഈ വർഷത്തെ ചെറിയ പെരുന്നാൾ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ ശരി, ബൈ.